അസ്സലാമു അലൈക്കും. 10ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ രണ്ടാം പാഠം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് ഫാഇലിനെ കുറിച്ചാണ്. ഫാഇലിനെ ഫിഇലിലേക്ക് ചേർക്കപ്പെട്ടാൽ ഫിഇലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമുക്ക് ഫാഇൽ എന്നതിന്റെ നിർവചനം പഠിക്കാം. അൽ ഫാഇലു, ഫാഇൽ എന്നാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. ഉസ്നിദ ഇലൈഹി, ആ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഫിഇലുൻ മുഖദ്ദമുൻ, മുൻകടക്കപ്പെട്ടതായ ഫിഇൽ. അതായത് ഫിഇൽ കഴിഞ്ഞിട്ടേ ഫാഇൽ വരികയുള്ളൂ. ഫാഇൽ ഒരിക്കലും ഫിഇലിനേക്കാൾ മുന്തി വരികയില്ല. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. അർസലല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ കാഫത്തിൽ ഉമം. അർസല, അയച്ചു. ആരെ? അല്ലാഹു. അല്ലാഹു അയച്ചു. അപ്പൊ അല്ലാഹു എന്നത് ഫാഇലാണ്. കാരണം അർസല എന്ന ഫിഇലിന് ശേഷം ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ആരാണ്? അല്ലാഹു എന്നതാണ്. മുഹമ്മദ് നബിതങ്ങളെ ഇലാ കാഫത്തിൽ ഉമം, സമുദായങ്ങളിലേക്ക് മുഴുവനും പ്രവാചകനായി അയച്ചു. രണ്ടാമത്തത് മക്കസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്ക 53 സന. മക്കസ താമസിച്ചു. ആര്? അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ എന്നത് അവിടുത്തെ ഫാഇലാണ്. ഫി മക്ക, മക്കയിൽ 53 സന, 53 വർഷം. മൂന്നാമത്തത് ഹാജറ, ഹിജ്റ പോയി. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ. അപ്പോ നബി തങ്ങൾ എന്നത് അവിടുത്തെ ഫാഇലാണ്. ഇലൽ മദീന, മദീനയിലേക്ക്. ഇവിടെ മുഅന്നസ് ഹഖീഖി, മുഅന്നസ് മജാസി, ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഹഖീഖിയായ മുഅന്നസ്, എന്താണ് മജാസിയായ മുഅന്നസ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹഖീഖിയായ മുഅന്നസ് എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പെണ്ണ് തന്നെയാണ്, മുഅന്നസ് തന്നെയാണ്. ഇപ്പോ സ്ത്രീകള്, ഇനി അല്ലെങ്കിൽ പ്രസവിക്കാൻ കഴിയുന്ന ആളുകള്, ഇനി പക്ഷികളാണെങ്കിലും മുട്ടയിടുന്നവര്, അവരൊക്കെ എന്താണ്? യഥാർത്ഥത്തിൽ സ്ത്രീകൾ തന്നെയാണ്, മുഅന്നസ് തന്നെയാണ്. എന്നാൽ മജാസി എന്നാൽ അത് പെണ്ണല്ല, എന്നാണുമല്ല. ചില പദങ്ങൾ അങ്ങനെ ഉപയോഗിച്ചു വന്നു. ഉദാഹരണത്തിന് നഫ്സ് എന്ന പദം മജാസിയായ മുഅന്നസ് ആണ്. എന്തുകൊണ്ട്? ഖുർആനിൽ അതിനുള്ള തെളിവുണ്ട്. ഖുർആനിൽ പറയുന്നുണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അവിടെ അയ്യത്തുഹ എന്നത് എന്താണ്? നഫ്സിനെ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നത് ഇർജിഇ. ഇർജിഇ എന്നുള്ളത് എന്താണ്? അംറാണ്. ആരോടുള്ള? മുഅന്നസിനോടുള്ള അംറാണ്. അതുകൊണ്ട് നഫ്സ് എന്ന പദം എന്തായി? മുഅന്നസായി. അതുപോലെ സൂര്യൻ എന്നത് എന്താണ്? ആണുമല്ല പെണ്ണുമല്ല. പക്ഷെ സൂര്യൻ, ഷംസ് എന്ന പദം എന്തായി? മുഅന്നസ് ആയിട്ടാണ് അതിന് ഉപയോഗിക്കുന്നത്. വഇദാ ഉസ്നിദൽ ഫിഇലു, ഫിഇലിനെ ചേർക്കപ്പെട്ടാൽ ഇലസ്മിൻ ലാഹിരിൻ, ലാഹിറായ ഇസ്മിലേക്ക്, വലൗ കാന മുസന്നൻ ഔ ജംഅൻ, ഇസ്മ മുസന്നയാകട്ടെ അല്ലെങ്കിൽ ജം ആകട്ടെ, യുജറദു ഒഴിവാക്കപ്പെടും, മിൻ അലാമത്തി തസ്നിയത്തി വൽ ജംഇ, ജംഇന്റെയും തസ്നിയയുടെയും അടയാളങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതായത് ഇസ്മ മുസന്നയായി അല്ലെങ്കിൽ ജം ആയി, പക്ഷെ ഫിഇൽ നമ്മൾ എന്ത് ചെയ്യൂല, അവിടെ തസ്നിയാക്കുകയോ ജം ആക്കുകയോ ചെയ്യുകയില്ല. ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരാളാകുമ്പോഴാണ് അതിന് മുഫ്രദ് എന്ന് പറയാം, ഒരാൾ മാത്രം. രണ്ടാളുള്ളതിനാണ് തസ്നിയ എന്ന് പറയാം. മൂന്നോ മൂന്നിൽ അധികമോ ആളുകൾ ഉള്ളതിനാണ് എന്താ പറയാ? ജം എന്ന് പറയാം. ഇവിടെ നമ്മൾ ചർച്ച തസ്നിയയും ജം ആണ്. അതായത് ജലസ മുഹമ്മദ് എന്ന് പറയും, മുഹമ്മദ് ഇരുന്നു, ഒരു മുഹമ്മദ് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി രണ്ട് മുഹമ്മദുകൾ ഉണ്ട്, അവർ രണ്ടുപേര് ഇരുന്നിട്ടുണ്ട്. അപ്പോ ജലസ മുഹമ്മദാനി, മുഹമ്മദാനി എന്നത് എന്താണ്? രണ്ട് മുഹമ്മദാണ്. പക്ഷേ ഈ മുഹമ്മദാനി എന്ന ലാഹിറായ ഇസ്മിലേക്ക് ജലസ എന്ന ഫിഇലിനെ ചേർത്തപ്പോൾ ഈ ജലസക്ക് അതിന്റെ തസ്നിയായ ജലസ എന്നാക്കിയിട്ടില്ല, ജലസ തന്നെയാണ്. അല്ലെ? ഇനി മുഹമ്മദുകൾ കുറെ ഉണ്ട്, മൂന്നോ മൂന്നിൽ അധികമോ മുഹമ്മദുകൾ ഉണ്ട്, അവർ ഇരുന്നു എന്ന് പറയുന്നു. ജലസ മുഹമ്മദൂന, ഈ മുഹമ്മദൂന എന്നത് ജം ആണ്. ജം ലാഹിറായ ഇസ്മായ മുഹമ്മദൂന എന്ന ജംഇലേക്ക് ഫിഇലിനെ, ജലസ എന്ന ഫിഇലിനെ ചേർത്തപ്പോഴും ഈ ജലസ എന്ന ഫിഇലിനെ നമ്മൾ ജമ്മാക്കി ഉപയോഗിച്ചിട്ടില്ല. അതായത് നമ്മള് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന് തസ്നിയ, രണ്ടാമത്തത് ജംഅ്. ഇവിടെ മുഹമ്മദാനി എന്നത് തസ്നിയാണ്. കാരണം എന്താ? മുഹമ്മദാനി എന്ന് പറയുമ്പോൾ രണ്ടാളുകൾ ഉണ്ടല്ലോ, അപ്പൊ തസ്നിയാണ്. പക്ഷെ ആ തസ്നിയയിലേക്ക്
ജലസ എന്ന ഫെയിലിനെ ചേർത്തപ്പോൾ അതിന് ജലസ എന്ന അതിന്റെ തസ്നിയെ കൊടുത്തിട്ടില്ല, ജലസ തന്നെയാണ്. ഇനി മുഹമ്മദൂന എന്ന് പറയുമ്പോൾ കുറെ മുഹമ്മദുകളുണ്ട്. പക്ഷേ ആ മുഹമ്മദൂന എന്ന ലാഹിറായ ഇസ്മിലേക്ക് ജലസ എന്ന ഫെയിലിനെ ചേർത്തപ്പോൾ ഈ ജലസ എന്ന പദത്തിനെ നമ്മൾ എന്താക്കിയിട്ടില്ല, ജം ആക്കിയിട്ടില്ല. ഇവിടെ ഇസ്മ എന്താണ്, ജം ആണ്. പക്ഷേ ഫെയിലിനെ നമ്മൾ ജലസു എന്ന് പറഞ്ഞ് ജം ആക്കിയിട്ടില്ല. മുഹമ്മദാനി എന്നത് തസ്നിയാണ്. പക്ഷേ അതിലേക്ക് ചേർക്കപ്പെട്ട ഫെയിലിനെ എന്താക്കിയിട്ടില്ല, ജലസ എന്ന് പറഞ്ഞിട്ട് അതിനെ തസ്നിയ ആക്കിയിട്ടില്ല. വഇദാ ഉസ്നിദൽ ഫിഅലു, ഫിഅലിന് ചേർക്കപ്പെട്ടാൽ ഇലാ ലൊമീറിൻ, ഒരു ലൊമീറിലേക്ക്, യർജിഉ, ആ ലൊമീർ മടങ്ങുന്നു, ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ, ഹഖീഖിയായ മുഅന്നസിലേക്ക്, യൽഹഖു ചേർക്കും, അൽ ഫിഅലൽ മാളിയ, മാളിയായ ഫിഅലിൽ താഉ തഅനീസിൻ സാക്കിന, സുകൂനുള്ള തഅനീസിന്റെ താഇനെ ചേർക്കും. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഉമ്മി, എന്റെ ഉമ്മ, സ്വല്ലത്ത്, അവൾ നിസ്കരിച്ചു. ഇവിടെ സ്വല്ലത്ത് എന്ന പദത്തിന്റെ അർത്ഥം അവൾ നിസ്കരിച്ചു എന്നാണ്. അപ്പോ ഈ സ്വല്ലത്ത് എന്ന പദത്തിന്റെ ഉള്ളിൽ ഹിയ എന്നൊരു ലൊമീർ ഉണ്ട്. ആ ലൊമീർ മടങ്ങുന്നതോ ഉമ്മി എന്ന് പറയുന്ന ഹഖീഖിയായ മുഅന്നസിലേക്കാണ്. അങ്ങനെ വന്നാൽ ഈ മാദിയായ ഫീലാണെങ്കിൽ എന്ത് ചെയ്യണം, അവസാനത്തിൽ ഒരു സുക്കൂനുള്ള താഇനെ ചേർക്കണം. അതായത് ഉമ്മി സ്വല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മറിച്ച് അവിടെ എന്ത് ചെയ്യണം, സ്വല്ല എന്ന പദത്തിനോട് കൂടെ ഒരു സുക്കൂനുള്ള താഇനെ ചേർക്കണം. കാരണം എന്താണ്, ഈ സ്വല്ലത്ത് എന്ന പദത്തിന്റെ ഹിയ എന്ന ലൊമീർ എവിടേക്ക് പോകുന്നുണ്ട്, ഹഖീഖിയായ മുഅന്നസായ ഉമ്മി എന്ന പദത്തിലേക്ക് പോകുന്നുണ്ട്. വഇദാ ഉസ്നിദൽ ഫിഅലു, ഫിഅലിനെ ചേർക്കപ്പെട്ടാൽ ഇലാ ലൊമീരിൻ, ഒരു ലൊമീറിലേക്ക്, യർജിഉ, ആ ലൊമീർ മടങ്ങുന്നു, ഇലാ മുഅന്നസിൻ മജാസിയിൻ, മജാസിയായ മുഅന്നസിലേക്ക്, യൽഹഖുൽ ഫിഅലൽ മാളിയ, മാളിയായ ഫിഅലിൽ ചേർക്കും, താഉ തഅനീസിൻ സാക്കിന, സുക്കൂനുള്ള തഅനീസിന്റെ താഇനെ ചേർക്കും. ഉദാഹരണം നോക്കാം, അപ്പോൾ മനസ്സിലാവും ഇതെന്താ പറഞ്ഞത് എന്നുള്ളത്. അശ്ശംസു ത്വലഅത്, സൂര്യൻ ഉദിച്ചു. ഇവിടെ ത്വലഅത് എന്ന പദത്തിൽ ഹിയ എന്നൊരു ലൊമീർ മടങ്ങുന്നത് ഷംസ് എന്ന മജാസിയായ മുഅന്നസിലേക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, മാളിയായ ത്വല എന്ന പദത്തിൽ സുക്കൂനുള്ള തഅനീസിന്റെ താഇനെ കൊടുക്കണം. അതായത് അശ്ശംസു ത്വലഅ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മറിച്ച് എന്ത് ചെയ്യണം, അശ്ശംസു ത്വലഅത് എന്ന് തന്നെ പറയണം. ഇവിടെ താ വരാനുള്ള കാരണം എന്താ, ഈ ത്വലഅ എന്ന പദത്തിലുള്ള ലൊമീർ എവിടേക്ക് പോകുന്നുണ്ട്, മജാസിയായ മുഅന്നസായ ഷംസ് എന്ന ഇസ്മിലേക്ക് പോകുന്നുണ്ട്. ഇദാ ഉസ്നിദൽ ഫിഅലു, ഫിഅലിനെ ചേർക്കപ്പെട്ടാൽ ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ, ഹഖീഖിയായ മുഅന്നസിലേക്ക്, യൽഹഖുൽ ഫിഅലൽ മാളിയ, മാളിയായ ഫിഅലിൽ ചേർക്കും, താഉ തഅനീസിൻ സാക്കിന, സുക്കൂനുള്ള തഅനീസിന്റെ താഇനെ ചേർക്കും. ഉദാഹരണം നോക്കാം. ഖാലത്ത് ഉഖ്തി, എന്റെ സഹോദരി പറഞ്ഞു. ഇവിടെ ഉഖ്തി എന്നത് എന്താണ്, ഹഖീഖിയായ മുഅന്നസാണ്. ഇതിലേക്ക് ആരെ കൊണ്ടുവന്നു, ഖാല എന്ന ഫീലിനെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ ഖാല മാദിയായ ഫീലിൽ സുക്കൂനുള്ള ഈ താഇനെ ചേർക്കണം. കാരണം എന്താ, ഈ ഫീലിനെ ചേർത്തത് എവിടേക്കാണ്, ഉഖ്തി എന്ന് പറയുന്ന ഹഖീഖിയായ മുഅന്നസിലേക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങനെ ചേർക്കപ്പെട്ടാൽ മാദിയായ ഫീലിൽ സുക്കൂനുള്ള ഈ താഇനെ ചേർക്കണം. വഇദാ ഉസ്നിദൽ ഫിഅലു, ഫിഅലിനെ ചേർക്കപ്പെട്ടാൽ ഇലാ മുഅന്നസിൻ മജാസിയിൻ, മജാസിയായ മുഅന്നസിലേക്ക്, യജൂസു തർക്കു താഇ, താഇനെ കളയൽ ജായിസാകും. താഇനെ കളഞ്ഞും കളയാതെയും ഉപയോഗിക്കാം. ഉദാഹരണം, ത്വലഅ ശംസു, സൂര്യൻ ഉദിച്ചു. ഇവിടെ ഷംസ് എന്നത് മുഅന്നസ് മജാസിയാണ്. അതിലേക്കാണ് ത്വലഅ എന്ന ഫീലിനെ ചേർത്തത്. ഇങ്ങനെ ചേർത്താൽ ത്വലഅ ശംസു എന്നും പറയാം. ഇവിടെ ഒരു താഇനെ ചേർത്തിട്ട് ത്വലഅത്ത് ശംസു രണ്ടും ഉപയോഗിക്കാം. രണ്ടും ശരി തന്നെയാണ്.
وإذا فصل بين الفعل وفاعله المؤنث الحقيقي يباح ترك الطاء. وإذا فصل വിടവുണ്ടായാൽ ബൈനൽ ഫിഇലി ഫിഇലിന്റെ ഇടയിൽ വഫാഇലിഹിൽ മുഅന്നസിൽ ഹഖീഖിയായ മുഅന്നസിയായ ഫാഇലിന്റെ ഇടയിലും ഒരു വിടവുണ്ടായാൽ യുബാഹു തർക്കു താഇ താഇനെ കളയൽ ജായിസാണ്. ഉദാഹരണം നോക്കാം. തായിനെ കളയൽ ജായിസാണെന്ന് പറയുമ്പോൾ തായിന് കൊടുത്തു കൊടുക്കാതെയും പറയാം. വലദ പ്രസവിച്ചു അൽ ഹസന ഹസൻ റളിയല്ലാഹുവിനെ ആരെ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇവിടെ ഫാത്തിമ എന്നുള്ളതാണ് എന്ത് ഫാഇല്, ഹസൻ എന്നത് മഫ്ഊലാണ്. അപ്പോ ഫിഇല് കഴിഞ്ഞിട്ട് വലദ എന്നത് ഫിഇലാണ്. ഈ ഫിഇലിന്റെയും ഫാഇലിന്റെയും ഇടയിൽ ആര് വന്നു? മഫ്ഊലായ ഹസൻ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ വലദ എന്ന് പറയാം, ഇനി വലദത്ത് എന്നും പറയാം. വലദത്തിൽ ഹസന ഫാത്തിമ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ താ ഇല്ലാദത്തിന് എന്ന് പറയാം, വലദ എന്നും പറയാം. കാരണം വലദ എന്നതിനും ഫാത്തിമ എന്നതിനും ഇടയിൽ ആര് വന്നു? ഒരു വിടവ്, അതായത് ഇവിടെ ഒരു മഫ്ഊൽ വന്നിട്ടുണ്ട്. ഇനി ഈ പാഠത്തിലെ തെദ്രീബാത്ത് നോക്കാം. നഖറഉ നമുക്ക് വായിക്കാം. ഖാലത്ത് ഇംറഅതു ഫിർഔന ഖുർറതു ഐനിൻ ലി വലക്. ഇവിടെ ഇംറഅത്ത് എന്നുള്ളത് ഹഖീഖിയായ മുഅന്നസാണ്. അതിലേക്ക് ഫിഇലിനെ ചേർത്താൽ ഇവിടെ മാദിയിൽ തഅനീസിന്റെ താഇനെ ചേർക്കണം. രണ്ടാമത്തത് ഇഖ്തറബതി സാഅതു വൻഷഖൽ ഖമർ. ഇവിടെ സാഅത്ത് എന്നുള്ളത് മജാസിയായ മുഅന്നസാണ്. അതിലേക്ക് ഫിഇലിനെ ചേർത്താൽ മാദിയായ ഫിഇൽ തഅനീസിന്റെ താഇനെ ചേർത്തും ചേർക്കാതെയും പറയാം. ഇഖ്തറബ സാഅതു എന്ന് പറയാം, ഇഖ്തറബത് സാഅതു എന്നും പറയാം. അടുത്തത് അതൽ ഖാദിയ ഇംറഅതു അസീസിൻ. ഇവിടെ ഫിഇലിന്റെയും ഫാഇലിന്റെയും ഇടയിൽ ഒരു വിടവുണ്ട്. ഖാദിയ എന്ന പദം വന്നു. അപ്പോ അതത്ത് എന്ന് പറയാം, ഇനി താ ഒഴിവാക്കിയാണ്ട് അത എന്നും പറയാം. അടുത്തത് മാ ജാഅ ഇല്ല ഉമ്മുക. ഉമ്മ എന്നുള്ളത് എന്താണ്? ഫാഇലാണ്. ജാഅ എന്നുള്ളത് ഫിഇലുമാണ്. പക്ഷെ ഈ ഫിഇലിന്റെയും ഫാഇലിന്റെയും ഇടയിൽ ഒരു വിടവ് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ജാഅ എന്ന് പറയാം, ഇനി തായിനെ ചേർത്ത് ജാഅത്ത് എന്നും പറയാം. നുജീബു നമുക്ക് ഉത്തരം പറയാം. അൽ ഫാഇലു മാ ഹുവ. എന്താണ് ഫാഇല്? അൽ ഫാഇലു ഫാഇൽ എന്നാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. ഉസ്നിദ ഇലൈഹി, ആ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടു. ഫിഇലുൻ മുഖദ്ദമുൻ, മുൻകടക്കപ്പെട്ടതായ ഒരു ഫിഇല്. രണ്ടാമത്തത് യൽഹഖുൽ ഫിഇല താഉ തഅനീസിൻ സാകിനത്തുൻ മതാ. സുകൂനുള്ള തഅനീസിന്റെ താഇനെ ഫിഇലിൽ ചേർക്കും എപ്പോൾ? ഇദാ ഉസ്നിദ ഇലാ ളമീരിൻ, ഒരു ളമീറിലേക്ക് ചേർക്കപ്പെട്ടാൽ യർജിഉ, ആ ളമീർ മടങ്ങുന്നു, ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ, ഹഖീഖിയായ മുഅന്നസിലേക്ക്, ഔ മജാസിൻ, അല്ലെങ്കിൽ മജാസിയായ മുഅന്നസിലേക്ക്, ഔ അതുമല്ലെങ്കിൽ ഉസ്നിദ ഫിഇലിനെ ചേർക്കപ്പെട്ടു ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ, ഹഖീഖിയായ മുഅന്നസിലേക്ക്, യൽഹഖുൽ ഫിഇലൽ മാദിയ, മാദിയായ ഫിഇലിൽ ചേർക്കും. താഉ തഅനീസിൻ സാകിനത്തുൻ, സുകൂനുള്ള തഅനീസിന്റെ താഇനെ ചേർക്കും. യുബാഹു തർക്കു താഇ മതാ. താഇനെ കളയൽ ഹലാലാകും, ജായിസാകും എപ്പോൾ? ഇദാ ഫുസില ബൈനൽ ഫിഇലി വഫാഇലിഹിൽ മുഅന്നസിൽ ഹഖീഖി യുബാഹു തർക്കു താഇ. ഇദാ ഫുസില ബൈനൽ ഫിഇലി വഫാഇലിഹിൽ മുഅന്നസിൽ ഹഖീഖി, ഫിഇലിന്റെയും മുഅന്നസ് ഹഖീഖിയായ ഫാഇലിന്റെയും ഇടയിൽ വിടവുണ്ടായാൽ യുബാഹു ജായിസാകും, തർക്കു താഇ താഇനെ ഉപേക്ഷിക്കൽ. സ്വഹിഹിൽ ഖതഅ വമയ്യിസി സ്വഹീഹ. തെറ്റ് ശരിയാക്കുക, ശരിയായത് വേർതിരിക്കുക. ഒന്നാമത്തത് അശ്ശംസു ത്വലഅ. ഇത് തെറ്റാണ്. കാരണം ഷംസ് എന്നത് മുഅന്നസ് മജാസിയാണ്. അപ്പൊ ത്വലഅ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ളമീർ ഷംസിലേക്ക് മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ത്വലഅ എന്ന മാദിയായ പദത്തിന്റെ അവസാനത്തിൽ തഅനീസിന്റെ സാക്കിനായ തഅനീസിന്റെ താഇനെ ചേർത്ത് കൊടുക്കണം. അപ്പോ അശ്ശംസു ത്വലഅത് എന്നാകും. രണ്ടാമത്തത് ഷരിബ ബിൻതുക്കി ലബനൻ. ഇവിടെ ഷരിബ എന്നതിന്റെയും ബിൻതുക്കി എന്നതിന്റെയും ഇടയിൽ എന്തില്ല?
ഫസ്ലില്ല, വിടവില്ല. അതുകൊണ്ട് തന്നെ ബിന്ത് എന്നത് ഹഖീഖിയായ മുഅന്നസ് ആയതുകൊണ്ട് തന്നെ എന്ത് വേണം, അവിടെ താഇനെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഷരിബത് ബിന്തുക്കി എന്ന് ചേർക്കണം. മൂന്നാമത്തത് ദഹബ ഇലാ ബൈത്തി അഖീക, നിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. ആര്? ഉമ്മുക, നിന്റെ ഉമ്മ. ഇവിടത്തെ ഫായില് ഉമ്മ എന്നുള്ളതാണ്. പക്ഷെ ഉമ്മ എന്നതിന്റെയും ഫായിലിന്റെയും ഈ ദഹബ എന്ന ഫെയിലിന്റെയും ഇടയില് ഇത് ഒരു വിടവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ദഹബ എന്ന പദത്തിന് താ കൊടുത്തും കൊടുക്കാതെയും പറയാം. അപ്പോ ഈ വാചകം ശരിയായ വാചകമാണ്. അതാണ് മൈസ്, ശരിയായതിനെ വേർതിരിക്കാനാണല്ലോ. ശരിയായ പദം ഇതാണ്, ലാസ്റ്റ് പറഞ്ഞതാണ്. ഇത് രണ്ടും തെറ്റാണ്.